ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പരിശുദ്ധൻ നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരയണം എന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു. ദേവാലയ കവാടത്തിൽ വെച്ച് ഒരു മുടന്തനെ സുഖപ്പെടുത്തിയതിനെ തുടർന്ന് യെരുശലേമിൽ ജനക്കൂട്ടത്തോട് അപ്പോസ്തലനായ പൗലോസ് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നാം കണ്ടത്. ഈ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച് പകരം കുപ്രസിദ്ധ കുറ്റവാളി ബറാബാസിനെ മോചിപ്പിക്കാനുള്ള ജനങ്ങളുടെ അഭ്യർത്ഥനയെക്കുറിച്ച് പത്രോസ് ജനങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3:14 യേശുവിൻ്റെ തിരസ്കരണം, ദൈവത്തിൻ്റെ നീതി, മാനസാന്തരത്തിൻ്റെ പ്രാധാന്യം എന്നിവ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുവാൻ അതിൻ്റെ സന്ദർഭം വളരെ നിർണായകമാണ്. ആദിമ ക്രിസ്ത്യൻ സഭയുടെ തുടക്കവും സുവിശേഷ സന്ദേശത്തിൻ്റെ വ്യാപനവും അപ്പോസ്തല പ്രവൃത്തികൾ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. യേശുവിൻ്റെ 2 ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ നാമത്തിൽ നടത്തിയ ജന്മന മുടന്തനായ മനുഷ്യൻ്റെ അത്ഭുതകരമായ സൗഖ്യമാക്കൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം പ്രത്യേകമായി വിവരിക്കുന്നുണ്ട്. ഈ പ്രവൃത്തി ഒരു വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ അവരെ അഭിസംബോധന ചെയ്യുവാനും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനും പത്രോസ് ആ അവസരം ഉപയോഗപ്പെടുത്തി. ഈ വാക്യത്തിൽ പത്രോസ് ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുകയും അവർ യേശുവിനെ തിരസ്കരിച്ചതിനെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ യേശുവിനെ പരിശുദ്ധനും നീതിമാനുമെന്ന് പരാമർശിക്കുകയാണ്. യേശുവിൻ്റെ നീതിയും നിരപരാധിത്വവും ഇവിടെ വെളിപ്പെടുത്തുന്നു. ഈ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ യേശുവിന് പകരം ജനക്കൂട്ടം മോചിപ്പിക്കാൻ തിരഞ്ഞെടുത്ത കുറ്റവാളിയായ ബറാബാസും യേശുവും തമ്മിലുള്ള വ്യത്യാസം പത്രോസ് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. മശിഹായും ലോകരക്ഷകനുമായ യേശുവിനെ ജനങ്ങൾ നിരസിച്ചതിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. പരിശുദ്ധനും നീതിമാനും എന്ന നിലയിൽ ദൈവിക വിശുദ്ധിയെയും നീതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനു വിപരീതമായി കൊലപാതകിയായ ബറാബാസിന്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യരാശിയുടെ അന്ധകാരത്തെയും പാപത്തെയും പ്രതീകമായി നമുക്ക് കാണാം. ഈ പ്രതീകാത്മകത യേശുവിനെ നിരസിക്കുകയും തിന്മയെ സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ നീതിയെ ഉയർത്തിക്കാട്ടുന്നു. ജനക്കൂട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. യേശുവിൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവത്തിൻ്റെ നീതിയും കരുണയും പൂർണ്ണമായി പ്രകടമാക്കപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും മനുഷ്യൻ്റെ പാപത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും മധ്യത്തിൽ പോലും നന്മ കൊണ്ടുവരുവാനുള്ള അവൻ്റെ കഴിവിൻ്റെ സമഗ്രമായ പ്രമേയത്തെയാണ് നമുക്ക് മുമ്പിൽ പ്രകടമാക്കുന്നത്. മാനസാന്തരത്തിൻ്റെ ആവശ്യകതയെ ഈ വാക്യം വളരെയധികം ഊന്നിപ്പറയുന്നുണ്ട്. ജനക്കൂട്ടം അവരുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് യേശുവിലേക്ക് തിരിഞ്ഞു വരുവാൻ അവരെ വിളിക്കുന്ന വാക്കുകളാണ് പത്രോസിൻ്റേത്. അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞത് കഥയുടെ അവസാനമായിരുന്നില്ല. അനുതപിക്കുവാനും യേശുക്രിസ്തു മുഖേനയുള്ള പാപമോചനവും രക്ഷയും സ്വീകരിക്കുവാനും അവർക്ക് അപ്പോഴും അവസരം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ തിരസ്കരണത്തിൻ്റെയും ദൈവത്തിൻ്റെ നീതിയുടെയും മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ വാക്യം പ്രവർത്തിക്കുന്നു. ഈ വാക്യം ധ്യാനിക്കുമ്പോൾ യേശുവിനെ നിരസിച്ചതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും അനുതാപത്തിലും വിശ്വാസത്തിലും അവനിലേക്ക് തിരിയുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് ഓർക്കാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ആമേൻ.